ഇന്ത്യൻ സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സംവിധായകനും അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരുമാണ്. മനോരഥങ്ങൾ പ്രായഭേദമന്യേ ഏവർക്കും കണ്ട് ആസ്വദിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പല കാലങ്ങളിലായി എഴുതിയ കഥകൾ ഈ സംരംഭത്തിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ സഹകരിച്ച ഓരോരുത്തർക്കും നന്ദി. ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ. സാറിന്റെ 9 കഥകൾ അതിന്റെ സമാഹാരം ഒരു ചലച്ചിത്ര ഭാഷയിലൂടെ ഇന്ന് പുറത്ത് വന്നിരിക്കുകയാണ്. ഈ കഥകളും കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും ചിലതിനെ കാണുകയും ഒക്കെ ഉണ്ടായി. എന്നാൽ ഇന്ന് ഈ കഥകൾക്ക് പുതിയ ഭാഷ നൽകി നമുക്ക് അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. ഇത്തരം കഥാപാത്രങ്ങളെ, ഇത്തരം കഥകളെ ഒരു ചലച്ചിത്രത്തിൽ ഈ ചെറിയ സമയം കൊണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ 9 കഥകളെ 8 സംവിധായകരാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അവർ അവരുടെ കർമ്മം വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് എം ടി സാറിന്റെ ഏതാണ്ട് 10-12 സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 47 വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആ യാത്രയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങൾ തന്നെയാണ് 48 കഥാപാത്രങ്ങൾ. അമൃതം അവസാനം തന്നെ വളരെയധികം സംസാര വിഷയമായ ചിത്രമാണ്. സംവിധാനം ചെയ്തിരിക്കുന്ന ശ്രീ പി.എൻ. മേനോൻ സാറാണ്. അതുവരെ മദ്രാസുകളിലെ ഫ്ലോറിലായിരുന്ന മലയാള സിനിമയെ പുറത്തേക്ക് ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്ന മധുസാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട പിതൃതുല്യനും ഗുരുതുല്യനുമായ വ്യക്തിയാണ്. അപ്പോൾ എം ടി സാറിൻ്റെ കഥാപാത്രം മധുസാർ അഭിനയിച്ചിരിക്കുന്നു. പി.എൻ. മേനോൻ സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ മുഖം ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അദ്ദേഹമാണ് വലിയ വലിയ പൂക്കൾ എന്ന ചിത്രത്തിൽ ആദ്യമായിട്ട് എൻ്റെ മുഖം വരച്ച് നാടുകളിലേക്ക് എന്നെ എത്തിക്കുന്നത്. പ്രിയദർശനാണ് ആ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 40-ലധികം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. വളരെ വർഷത്തെ പരിചയമുണ്ട്. സിനിമയിലേക്ക് വരാനുള്ള കാരണം തന്നെ എം ടി സാറിൻ്റെ കഥകളാണ്. അദ്ദേഹം ആദ്യമായി വായിച്ചു എന്ന് അവകാശപ്പെടുന്നത് എന്ന ചിത്രത്തിൻ്റെ കഥയാണ്. അന്ന് മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു ആഗ്രഹമാണ് എം ടി സാറിൻ്റെ തിരക്കഥയിൽ ഒരു ചലച്ചിത്രം നിർമ്മിക്കുക. ഒരുപാട് പ്രാവശ്യം എം ടി സാറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയി. ഒരിക്കൽ ഏതാണ്ട് മദ്രാസിൽ അദ്ദേഹം വരികയും ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും ചെയ്ത സമയത്ത് ചില സൗകര്യങ്ങളിലാണ് ഒരുപാട് പ്രാവശ്യം സംസാരിക്കുന്നത്. പക്ഷെ പ്രിയനെ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാര്യം ആ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ച ഒരാളാണ്. പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും ഒരു പക്ഷേ ഇന്ത്യ കണ്ട ഇന്നിപ്പം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷ് ഷൂട്ട് ചെയ്തു.
അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അവസാനത്തെ ചിത്രമായ ബറോസ് 3Dയുടെ ഛായാഗ്രാഹകനും അദ്ദേഹമാണ്. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള ഒരു സിനിമയാണ് എനിക്ക് തോന്നുന്നത്. അത് ഇന്ന് റിലീസാകുന്നു. അത് ഒരുപാട് പേരിലേക്ക് ആ ചിത്രങ്ങൾ എത്തുന്നു. ആ ചിത്രം മാത്രമല്ല, ഈ ബാക്കി ചിത്രങ്ങളും ഈ മനോരഥ എന്ന ഈ 9 ചിത്രങ്ങളും ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നു. അത് പ്രേക്ഷകർ 2 കൈയിൽ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു ദക്ഷിണയായിട്ട് ഞാൻ ഈ ചിത്രത്തെ കണ്ടു. ഈ ചിത്രം ഞങ്ങൾ മധുസാറിനെ കൊണ്ട് കാണിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ചിത്രീകരിക്കാൻ പറ്റുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നല്ല ചെയ്യുന്നത് ചോദിച്ചു. തീർച്ചയായിട്ടും ആ ഒരു പഴമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിത്രീകരിച്ചത്. ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പഴയ ചിത്രങ്ങൾ. പിന്നെ ഈ അന്ന് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ലഭ്യമുള്ള തിരക്കഥ ഒരു 40 മിനിറ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ്. ഈ ചിത്രം മാത്രമല്ല, ഇതിലെ പല ചിത്രങ്ങളും അതിൻ്റെ പ്രിയം സന്തോഷം സാധുഷ്യം എല്ലാം ചേർന്ന് ഏറ്റവും മനോഹരമായി എനിക്ക് എൻ്റെ ചിത്രത്തെക്കുറിച്ച് ഇപ്പം പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ മറ്റ് ചിത്രങ്ങൾ കണ്ടിട്ടില്ല. തീർച്ചയായും ഈ 2 ദിവസവും ഈ ചിത്രങ്ങളെല്ലാം കാണുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. സേഫായിട്ട് ശരികമയ്ക്ക് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാമെന്ന് തോന്നിച്ച ആ ശക്തിക്ക് ഇത് പ്രായോഗികമാക്കി മാറ്റിയ ആളുകൾക്ക് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. വളരെ സന്തോഷകരമായ ഒരു സായം നിങ്ങൾക്ക് തന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം പറയാൻ പറ്റുപോയി. ഇതിലെ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ദുർഗാകൃഷ്ണ, ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ദുർഗാകൃഷ്ണൻ അമ്മയെ അഭിനയിച്ചിരിക്കുന്ന ഏറ്റവും വളരെ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ഹരീഷ്. പിന്നെ ഈ ചിത്രത്തിൽ ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായി നമ്മളൊക്കെ വിട്ടുപോയ മാമുക്കോയവരൊക്കെ ഈ സമയത്ത് നന്ദിപൂർവ്വം എന്താ പറയേണ്ടത്, നന്ദിപൂർവ്വം എന്താ പറയുക, സ്മരിക്കാൻ പറ്റില്ല. താങ്ക് യു. ഞാൻ എന്ത് പറയാനാണ് എന്നുള്ളത് വലിയൊരു $1 million ക്വസ്റ്റ്യൻ. അപ്പം then MT സാറിനെ കുറിച്ചിട്ടുള്ളതാണ്. എന്നും ഒരു പ്രാവശ്യം മാത്രം ജീവിതത്തിൽ കണ്ട് സംസാരിക്കാൻ പറ്റാതെ ഞാൻ ആ കാലത്ത് തൊട്ട് മാറിപ്പോയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം മൈൻഡ് ചെയ്തിട്ടില്ല. ഐ നോട്ട് ബോദർ. കാരണം ആ കാലത്ത് തൊടാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഒരു 9:30-10 മണിക്ക്. അത് ഹരിഹരൻ സാറിൻ്റെ കോളായിരുന്നു. ഡയറക്ടർ ഹരിഹരൻ സാറ് എൻ്റെ ആദ്യത്തെ സിനിമ കീർത്തിചക്ര കണ്ടിട്ട് കാലിക്കറ്റിൽ നിന്ന് MT സാറും ഹരിഹരൻ സാറും കൂടെ കാണാൻ പോയിട്ട് പറഞ്ഞു, രവി ഒരാൾ നിൻ്റെ അടുത്ത് സംസാരിക്കുന്നു. പിന്നീട് ഞാൻ ശബ്ദം കേൾക്കുന്നത് MT സാറിൻ്റെ ആയിരുന്നു. ദാറ്റ് വാസ് സംതിങ് ഐ ഡോണ്ട് നോ. യുനോ, ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാറ്റ്, കാരണം അതേ ഭാരതപ്പുഴ വക്കിന് തന്നെയാണ് എൻ്റെ വീട്. ഞാൻ ആ ട്രീക്കുമ്പടി സൈഡിൽ. അപ്പോൾ എവിടുന്നൊക്കെയോ ആ കാറ്റ് കിട്ടിയിട്ടുള്ളതുകൊണ്ടായിരിക്കും ആ ഒരു കീർത്തിചക്ര എഴുതാൻ സാധിച്ചതല്ല. പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, രവി നീ മനോഹരമായിട്ട് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ടോ.
എനിക്കത് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ അതിന് മനോഹരമായിട്ട് സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടോ. ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു സാധനം എഴുതി, പടം സിനിമയായി. പക്ഷെ പിന്നീട് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വന്ന സമയത്ത് എനിക്ക് ആ പടത്തിന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻ, വാട്ട് ഡിഡ് ഐ ഡു ഇൻ ദാറ്റ് ഫിലിം, ദ ബെസ്റ്റ് ഈസ് ദ സ്ക്രീൻ പ്ലേ എന്നുള്ളത് MT സാറ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ 9 കഥകൾ, അതിലെൻ്റെ ഗുരുനാഥൻ ചെയ്തിരിക്കുന്നു, പ്രിയദർശൻ 2 കഥകൾ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാനിത് കഴിഞ്ഞ് ഇവിടെ പോയിട്ട് വീട്ടിൽ പോയിരുന്നിട്ട് ഈ സിനിമ ഫുൾ കണ്ടതിന് ശേഷം ഇന്ന് ഉറക്കം ഉണ്ടാവും. ബിക്കോസ് ഇന്ന് കാലത്ത് കുറേ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ആർമി ഓഫീസർ, അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇന്ന് ഈ സിനിമ കണ്ടിട്ട്, ആൻഡ് വാട്ട് എവർ ഐ ഹേർഡ് അബൌട്ട് ദിസ് ഫിലിം ഫ്രം മൈ ഗുരു പ്രിയേട്ടൻ, അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതേ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, ഐ ആം എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ് ആൻഡ് ഐ വിഷ് all the people, Lalitan and Santosh, the man who brought me into the film industry. Do you know that? ഓർമ്മയുണ്ടാവില്ലായിരിക്കും. സന്തോഷാണ് എന്നെ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സന്തോഷിന് പോലും ഓർമ്മയുണ്ടാവില്ല. കാരണം ഹിന്ദിയിലൊരു പടം പുക്കാർ എന്നുള്ളൊരു സിനിമ രാജ്കുമാർ സന്തോഷ് ചെയ്യുന്ന സമയത്ത് സന്തോഷായിരുന്നു എൻ്റെ ക്യാമറമാൻ. അന്ന് അദ്ദേഹം രാജ്കുമാർ സന്തോഷിനോട് പറഞ്ഞു, സിനിമാ സെൻസിൽ ഒരു ആർമിക്കാരനുണ്ട്, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാൽ ഈ കഥയ്ക്ക് ഉപകാരമാകുമെന്ന്. അങ്ങനെയാണ് ഞാൻ ആദ്യം പുക്കാർ എന്ന സിനിമയ്ക്ക് പോകുന്നത്. അതിനുശേഷം സന്തോഷം അവിടെ നിന്ന് പോയി. പിന്നെ വേറെ ആൾക്കാരൊക്കെയാണ് ഷൂട്ട് ചെയ്തെങ്കിലും ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡും കിട്ടി. അങ്ങനെയാണ് ആ സിനിമയോടുള്ള ലൈക്ക്. അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്നതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ഇവിടെ പിടിച്ചു നിർത്തി എന്തിനാണെങ്കിലും എനിക്ക് മനസ്സിലായില്ലെങ്കിലും എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നതൊക്കെ ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ടു. And thank you, Z, bringing this to the public. Thank you so much. God bless you. What a time. Thank you very much for this fantastic occasion. Actually, I'm very happy because എനിക്ക് ആദ്യമേ MT ചേട്ടനെ പരിചയപ്പെട്ടത് പെരുന്തച്ചൻ. അത് കഴിഞ്ഞിട്ട് ഈ ഫിലിം ഓഫ് കോഴ്സ് മലയാള സിനിമയിലുള്ള എല്ലാ ടാലൻറ്റും, മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടാലൻറ്റ് has got together to be a really good tribute to him. And thanks Z for making sure it is publicized well and promoted well. So a big thanks to all. And to Sarigam, of course, for seeing the essence of it. Thank you. Thank you to all the directors and the actors and everyone. ആരുടെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറന്നു പോയി കഴിഞ്ഞിട്ട് രാജ് സാർ പറഞ്ഞത് ചൂണ്ടില്ല. താങ്ക് യു. MT സാറിനെ ഞാൻ വിശേഷിപ്പിക്കുന്നത് എഴുത്തുകാരൻ്റെ ഇൻറ്റഗ്രിറ്റി ഒരു കാലത്തും ചോർന്നു പോകാത്ത, വിട്ടുകൊടുക്കാത്ത, ഒരു കാലത്തും വിട്ടുകൊടുക്കാത്ത ധീരനായ ചലച്ചിത്രകാരന് മാത്രമല്ല, എല്ലാ മേഖലയിലും, ലിറ്ററേച്ചറിൻ്റെ എല്ലാ മേഖലയിലും ഒരുപോലെ പറയും. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളുടെ പുസ്തകം DC പബ്ലിഷ് ചെയ്തിരിക്കുന്ന പല വോള്യങ്ങളിലായിട്ട്, പല ജോണറുകളിലായിട്ടുള്ള പുസ്തകം. അതിലൂടെ തിരക്കഥകൾ വായിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെയാണ് നമ്മളുള്ള സിനിമാ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ജയരാജ് സാർ പറഞ്ഞൊരു കാര്യം, എനിക്ക് എന്നിലേക്ക് ഷെറിലൊക്കെ വന്നതാണ്. എനിക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനില്ല. പക്ഷേ അശ്വതി ആദ്യം പറഞ്ഞു, ഇതാണ് എനിക്ക് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന സിനിമ. അപ്പോൾ ഞാനത് വായിക്കുമ്പോഴും ആ തിരക്കഥ നോക്കുമ്പോഴും എനിക്കെപ്പോഴും ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കാലങ്ങളിൽ വായിച്ചിരുന്ന MT സാറിൻ്റെ തിരക്കഥകളുടെ പബ്ലിഷ് ചെയ്ത വേർഷനിലെ പല ഏടുകളും എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റി. കാരണം കൃത്യമായിട്ട് ഓരോ വരിയും ഒരു ഷോട്ടാണ്. അത് ഒരു പരിധി വരെ ജയരാജ് സാറിന് കൃത്യമായിട്ട് അറിയാമായിരിക്കും. ഒരു വരി ഒരു ഷോർട്ടായിട്ട് തന്നെ കുറിക്കുന്നൊരു ശീലം സാറിനുണ്ട്. അത് കൃത്യമായിട്ട് എനിക്ക് കാണാൻ പറ്റി. അത് എത്രത്തോളം എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനൊരു വേദിയിൽ എസ്പെഷ്യലി സന്തോഷമായിട്ട് കൂടെ നിൽക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു.
കാരണം എന്നെ സിനിമോഗ്രാഫിയിലേക്ക് ബുദ്ധിമുട്ടത് ഒരാളെ എന്നെ ബുദ്ധിമുട്ടത് ഒരു പരിധി വരെ സന്തോഷമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പടം ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം. താങ്ക് യു സി ആൻഡ് താങ്ക് യു സരിഗമ ഫോർ ഓൾ യുവർ ഹെൽപ്പ് ആൻഡ് അശ്വതി സുധീരൻ. എല്ലാവർക്കും പ്രണാമം, നമസ്കാരം. ഒരു തുല്യനായ MT സാറിൻ്റെ മനോരഥങ്ങൾ ഇതിലൊരു ഭാഗവാൻ പറ്റിയതിൽ MT സാറുമായിട്ട് 96-ലുള്ള ബന്ധമാണ് അദ്ദേഹം നാഷണൽ നെറ്റ്വർക്കിന് വേണ്ടി ഒരു പാട്ട് ചെയ്യാൻ പറ്റി എന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തു. ആ ഒരു ബന്ധമാണ് ഇപ്പോഴും വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഈ സിനിമ സാറിൻ്റെ ഇതിലുള്ള ഒരു പടം ജയരാജ് അതിലെ സംഗീതം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതിന് ഭഗവാന്റെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നു. കൂടാതെ എന്നെ ഇൻവൈറ്റ് ചെയ്ത അശ്വതിജിക്കും സുധീർ ഭായിക്കും എല്ലാം നന്ദി പറയുന്നു. ഒപ്പം സരിഗമ C5 ന്യൂസ് എല്ലാവർക്കും നന്ദി. ഒരുപാട് കടപ്പാട്. താങ്ക് യു. നമസ്കാരം. ഇനിയൊരു പ്രൊജക്റ്റിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇൻവോൾവാകാൻ സാധിച്ചിരുന്നു. അന്ന് തന്നെ ഇതൊരു ഗംഭീര സംഭവമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു ഗംഭീര സംഭവമായി മാറിയിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി രാവിലെ 3 ഫിലിം കാണാൻ പറ്റി. പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ബാക്കി തീർച്ചയായിട്ടും കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ഞാനൊക്കെ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുള്ള കഥകൾ ഒരു തിരക്കഥയാക്കി സ്ക്രിപ്റ്റാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് സിനിമയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയാണ് വലുതാകുന്ന സമയത്ത് സാറിൻ്റെ പുസ്തകരൂപത്തിലാക്കിയ സ്ക്രിപ്റ്റുകൾ വായിച്ച് അതിൽ നിന്നാണ് ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മനസ്സിലാക്കിയത്. എൻ്റെ ഫസ്റ്റ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത് സാറിൻ്റെ ബുക്കുകൾ വായിച്ച് അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാണ്. അതൊക്കെ ഒരു എന്താ പറയുക ഒരു പാഠപുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരത്തിൽ ഇവിടെ പറ്റിയതിന് വളരെയധികം ഭാഗ്യമായിട്ട് കരുതുന്നു. സംഘാടകർക്ക് നന്ദിയും അറിയിക്കുന്നു. എസ്പെഷ്യലി സരിഗമ കമ്പനീസ്. താങ്ക് യു സോ മച്ച്. ഉമ്മ വിളിച്ചാൽ പിന്നെ സ്റ്റേജിലേക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഉമ്മയാണ്. ക്ഷണിക്കുന്നത് ഫസ്റ്റ് സുധീരേട്ടനായിരുന്നു. സുധീരേട്ടനോട് ആദ്യം തന്നെ നന്ദി പറയാണ്. അതുപോലെ ഇപ്പം ലാലേട്ടൻ പോയി. ലാലേട്ടൻ, MT സാർ, അശ്വതി ചേച്ചി കാണുന്നില്ല ചേച്ചി, പ്രിയദർശൻ സാർ, സന്തോഷ് സിവിൻ സാർ, സാബു സരൽ സാർ, എല്ലാവരോടും ഈ ഒരു ടീമിൻ്റെ ഭാഗമാവാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. C5-നോടൊക്കെ വലിയ താങ്ക്സ്. അതുപോലെ സരിഗമ, ന്യൂസ് വാല്യൂ എല്ലാവരോടും ഒരുപാട് നന്ദി. ശ്രീ ഗുരുദേവ് നമഃ. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് MT സാറിനെ കാണുന്നത് നീലതാമരയുടെ ഓഡിഷൻ കൊടുത്ത സമയത്താണ്. അന്ന് കിട്ടിയില്ല. പിന്നെ എപ്പോൾ വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചോണ്ട്
അറിയില്ല. പിന്നെ സാറിനെ കാണുന്നത് അശ്വതി ചേച്ചിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മോൾക്ക് സാറാണ് എഴുത്തിരുത്തിയത്. അപ്പൊ അത് വളരെ ഒരു ഭാഗ്യമായിട്ട് തോന്നി. ഈ പടം ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ മോൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത്രയും കുറേ നല്ല നല്ല ഡയറക്ടേഴ്സ്, ഇത്രയും നല്ല ലെജൻഡറി ആയിട്ട് ഒത്തിരി ആക്ടേഴ്സ് ഈ ഒരു നല്ലൊരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് കരുതാണ്. താങ്ക് യു സോ മച്ച്.